സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പകൽക്കാലം നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ സർവകൃപാലുമായ ദൈവം ഒരുക്കിയ നല്ല കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കടന്നു വന്നെല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യവും ധന്യവുമായ നാമത്തിൽ വന്ദനം അറിയിക്കും. ഒരു ചെറിയ ചിന്ത നമുക്കൊന്നിച്ച് ചിന്തിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മീഖായുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത്. മീഖായുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. മീഖയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയുന്നു. സ്തോത്രം. മീഖയുടെ പുസ്തകം 7:19 നാം വായിച്ചു കേട്ട വേദഭാഗം. അവൻ നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെ നീ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇട്ടുകളയും. നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കുന്ന കാര്യങ്ങൾ, നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ പാപങ്ങൾ, ആ പാപങ്ങൾ, ഏറ്റുപറഞ്ഞ പാപങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ബൈബിളിൽ പറയുന്ന ആദ്യത്തെ പദം സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ആ പാപങ്ങളെ ഇട്ടുകളയും. സ്വതം സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ആ പാപങ്ങളെ ഇട്ടുകളയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ, നാം ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുന്ന പാപങ്ങൾ, അത് മുഴുവനും സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് അതിനെ ഇട്ടുകളയുകയാണ്. ഒരിക്കലും മടങ്ങി വരാതെ വണ്ണം അതിനെ ആഴങ്ങളിലേക്ക് ഉപേക്ഷിക്കുകയാണ്. സ്വതം ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. നാം ഏറ്റുപറയുന്ന പാപങ്ങൾ ഒരിക്കലും നമ്മെ പിൻഗമിക്കത്തില്ല. അത് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ചെന്ന് പതിപ്പാൻ ഇടയാകും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. ഒരുവൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കയറി കഴിയുമ്പോൾ നാം വിശ്വസിക്കുന്നത്, സ്തോത്രം, പാപമംഗലമായ ജീവിതം നയിച്ച ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ദൈവത്തോട് സകലതും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ദൈവവിധനായി ജീവിച്ച് യേശുവിന്റെ കഷ്ടാനുഭവങ്ങളോട്, അവന്റെ രക്തത്തോടും ശരീരത്തോടും ആമിശ്രം ഏകീഭവിക്കുന്ന ആത്മീയ ശുശ്രൂഷകളിലും കൂട്ടായ്മകളിലും പങ്കാളികളായി തീരേണ്ടതിന് തിരുവചനം അനുശാസിക്കുന്ന കൽപ്പന പ്രമാണിക്കുവാൻ സമുദ്രത്തിൽ ഇറങ്ങി നിന്ന് ആമേൻ സ്തോത്രം ഒരു ദൈവഭക്തന്റെ കീഴിൽ അവൻ സ്നാനമേൽക്കുമ്പോൾ, ആമേൻ സ്തോത്രം, പാപിയായി ആ വ്യക്തി സകലതും ഉപേക്ഷിച്ച് ആ ദൈവഭക്തന്റെ കൈകീഴിൽ വന്ന് അവൻ മുങ്ങിക്കഴിയുമ്പോൾ അവന്റെ മേൽ, അവന്റെ ശരീരത്തിൽ അവൻ ഇട്ടിരുന്ന സകല അകൃത്യങ്ങളെയും അവൻ ഒരു വസ്ത്രം ഉരിഞ്ഞു കളയുന്നത് പോലെ അതിനെ പൂർണ്ണമായും സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇട്ടുകളഞ്ഞ, അവൻ സമുദ്രത്തിൽ മുങ്ങുമ്പോൾ സകലത്തെയും അതിന്റെ ആഴങ്ങളിലേക്ക് ഇട്ടുകളഞ്ഞ് ഉയർന്നു വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി ഉയരത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ട് തുറന്നിരിക്കുന്ന സ്വർഗത്തിൽ നിന്നും അവന്റെ മേൽ പെയ്തിറങ്ങുന്ന ദൈവത്തിന്റെ കൃപ, അവന്റെ മേൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ അഭിഷേകം, സ്തോത്രം സ്തോത്രം, അതാണ് അവനെ പുതുമനുഷ്യനാക്കി മാറ്റുന്നത്, അവന്റെ ജീവിതത്തിന് മാനസാന്തരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഏറ്റുപറഞ്ഞ പാപങ്ങൾ വെറുതെ പറഞ്ഞാൽ പോരാ. ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇട്ടുകളയുന്ന ഒരു ദൈവം ഒരിക്കലും നമ്മെ പിൻപറ്റാതെ വണ്ണം ആമേൻ സ്തോത്രം അതിനെ ആമേൻ സ്തോത്രം ആഴത്തിൽ ഇട്ടുകളയുന്ന ദൈവം. ഒന്നും മറച്ചു വെക്കാതെ മുഴുവനായി ഏറ്റുപറയാൻ നാം തയ്യാറാകണം. കാരണം യഹോവയുടെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ആയതിനാൽ അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ലാത്തതിനാൽ അവന്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നവുമായി കിടക്കുകയാണ്. അതുകൊണ്ട് ഒന്നും അവന്റെ മുമ്പിൽ മറച്ചു വെക്കരുത്. സകലതും ഏറ്റുപറഞ്ഞുപേക്ഷിച്ച
വരുവാൻ ഒരിക്കലും നിന്നെയോ നിന്റെ ഭവനത്തെയോ ആ പാപത്തിന്റെ ശക്തികൾ പിന്തുടരാതെ വേണം. നിന്റെ തലമുറയോ ആ പാപത്തിന്റെ ശക്തി കൈമാറപ്പെടാതെ വേണം. എന്നേക്കുമായി സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് പാപങ്ങളെ എടുത്തുകളയും. ഇന്ന് പകലിൽ അവൻ ഏറ്റുപറഞ്ഞ് അവൻ ഉപേക്ഷിക്കപ്പെടുന്ന പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇട്ടുകളഞ്ഞ് ഒരു ദൈവവൈദ്യരാക്കി മാറ്റുന്ന ദൈവിക രക്തത്തിന്റെ കൂട്ടായ്മയിലേക്ക്, യേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ആമേൻ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയുന്ന ദൈവം. ആമേൻ. തിരുവചനത്തിനകത്ത് ഒട്ടനവധി ഭാഗ്യാവസ്ഥകളുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം പഠിക്കുമ്പോൾ ഒട്ടനവധി ഭാഗ്യാവസ്ഥകളുണ്ട്. എന്നാൽ ഈ ഭാഗ്യാവസ്ഥകളിൽ ഏറ്റവും കൂടുതലായി പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അത് കാണുവാൻ സാധിക്കുന്നു. 2-3 അധ്യായങ്ങൾക്കകത്തളങ്ങളിൽ ആമേൻ സ്തോത്രം യേശുവിന്റെ ഗിരിപ്രഭാഷണം തന്നെയാണ് ആമേൻ സ്തോത്രം 1-2 അധ്യായങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. അവൻ ആ ഗിരിപ്രഭാഷണത്തിനകത്ത് യേശു കർത്താവ് പറയുന്ന ഭാഗ്യാവസ്ഥകൾ അവൻ അത് ഒട്ടനവധിയാണ്. അവൻ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരയുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങനെ ഒട്ടനവധി ഭാഗ്യാവസ്ഥകളെ കുറിച്ച് അവിടെ പ്രതിപാദിക്കപ്പെടുന്നു തന്റെ ഗിരിപ്രഭാഷണത്തിങ്കിൽ. ആമേൻ സ്തോത്രം. പോകട്ടെ മുൻപോട്ട്. ആമേൻ. പഴയത്തിമത്തിനകത്ത് ആമേൻ സ്തോത്രം ദാവീദ് പറയുന്ന ഒരു ഭാഗ്യാവസ്ഥയുണ്ട്. വെളിപ്പാട് പുസ്തകത്തിനകത്ത് ക്രിസ്തുവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ എന്ന് എഴുതിയിരിക്കുന്നു. ആമേൻ. ദാവീദ് സങ്കീർത്തനങ്ങളിൽ പറയുന്ന ഒരു ഭാഗം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ഇരുന്നാൽ കാര്യം നടക്കത്തില്ല, പാപം മറച്ചു വെച്ചിരുന്നാൽ കാര്യം നടക്കത്തില്ല. ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ വേണമെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്തൊരു ദൈവപ്രവൃത്തി വേണമെങ്കിൽ, നീ കേട്ട ശബ്ദം കേൾവിയായി നിൽക്കാതെ അത് നിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയായി വെളിപ്പെടണമെങ്കിൽ, ആമേൻ, ചിലതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ അത് അതിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരികയുള്ളൂ. ആമേൻ. ചില പാപങ്ങളാണ് നിന്റെ വിടുതലിന് തടസ്സം, ചില കുറവുകളാണ് ആമേൻ നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്ന ദൈവപ്രവൃത്തിക്ക് തടസ്സം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അതിനെ ഏറ്റുപറഞ്ഞ് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞ് ലംഘനം ശ്രമിച്ച് പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്ന ആത്മീക ഭാഗ്യാവസ്ഥയിലേക്ക് വരുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. ആമേൻ, 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 ആമേൻ. സ്തോത്രം. പുറമെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുക. നിങ്ങളുടെ പാപം എത്ര കഠിന ചുമപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കരുത്തുള്ള പരിശുദ്ധാത്മാവിലേക്ക് മടങ്ങി വരിക, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരിക. ആമേൻ സ്തോത്രം. ആമേൻ. മനുഷ്യർക്ക് നിന്റെ പാപങ്ങൾ മോചിക്കാൻ സാധ്യമല്ല, ദൈവത്തിന് മാത്രമേ നിന്റെ പാപങ്ങൾ മോചിക്കുവാൻ സാധിക്കത്തുള്ളൂ. അവന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ് പാപമോചനം എന്ന വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വന്നത്. അങ്ങനെയെങ്കിൽ അവന്റെ പുത്രനായ ആമേൻ സ്തോത്രം ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് അലട്ടിയിരുന്ന പാപത്തിന്റെ പ്രമാണത്തെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇട്ടുകളഞ്ഞുകൊണ്ട് ഒരു പുതു മനുഷ്യനായി വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണമെന്ന് വേണം, പ്രാർത്ഥനയുടെ മറുപടികൾ എന്ന് വേണം, വീടിനകത്ത് അത്ഭുതങ്ങൾ വിടുതലുകളെ ദൈവാത്മാവിന് കൈമാറാൻ പദ്ധതിയുണ്ടെന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അതിനായി നിങ്ങളെ ഒരുക്കുമാറാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിലേക്ക് വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഇസ്രായേലേ, ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും, മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായിച്ചു കളയും. കണ്ടോ? കാർമുകിൽ പോലെ, മേഘം പോലെ നിന്റെ പാപത്തെ മായിച്ചു കളയുമെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പാപത്തെ മായിച്ചു കളയാൻ കരുത്തുള്ളത്
തമ്പുരാനും മാത്രം. പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം കൂടി എടുത്ത് വെച്ചേക്കണേ. ആമേൻ, സ്തോത്രം. അപ്പം പാപങ്ങൾ മായ്ച്ചു കളയാൻ തമ്പുരാനും മാത്രമേ കരുത്തുള്ളൂ. പഴയ നിയമത്തിനകത്ത് ചെയ്യുന്ന പാപത്തിനനുസരിച്ച് കുറുപ്രാവിനെയോ ആമേൻ സ്തോത്രം ഏതെങ്കിലും മൃഗത്തെയോ കൊണ്ട് യാഗം കഴിക്കുമ്പോൾ അവന്റെ പാപം പരിഹരിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചിരുന്ന കാലയളവ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവൻ സ്തോത്രം പിതാവായ ദൈവം എന്നേക്കും പാപത്തിൽ നിന്ന് മാനവകുലത്തിനൊരു വീണ്ടെടുപ്പ് ഉണ്ടാകണം എന്ന് വിചാരിച്ച് എന്നേക്കുമായി ഒരു വലിയ ബലി നടക്കുകയാ, എന്നേക്കുമായി ഒരു വലിയ യാഗം കഴിക്കുകയാ. ആമൻ സൃഷ്ടിതാവ് ആമൻ സ്തോത്രം സൃഷ്ടിയുടെ നടുവിൽ അവൻ പ്രാണൻ വിട്ട് ആമൻ സ്തോത്രം ഹല്ലേലൂയ ആമൻ സ്വന്തം ചുമലിൽ തലചായിച്ച് ആത്മാവിനെ പിതാവിങ്കൽ ഫലമേൽപ്പിച്ച് ആമൻ സ്തോത്രം പ്രാണൻ വിടുന്ന അവസ്ഥ പ്രിയരെ മറന്നുപോകരുത്. ദീർഘമണിക്കൂറുകളുടെ വിസ്താരവും ദീർഘമണിക്കൂറുകളുടെ കൊടിയ പീഡനങ്ങളും കഴിഞ്ഞ് അവൻ സ്വന്തം ചുമലിൽ തലചായിച്ച് പ്രാണനെ വിടുമ്പോഴും സൃഷ്ടിതാവിനെ നോക്കി കരയുമ്പോഴും ഇന്ന് പകൽ മറന്നുപോകരുത്. കാർമേഘം പോലെയും മേഘം പോലെയും നിന്റെ പാപങ്ങളെ മായ്ച്ചു കളവാൻ ആമേൻ 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 ഇന്നലകളിൽ ഓരോ പാപങ്ങളും ചെയ്തു കൂട്ടി അതിനനുസരിച്ച് അവൻ കുറുപ്രാവിനെ യാഗം കഴിക്കുന്ന പരിപാടി നിർത്തി എന്നേക്കുമായ ഒരു വീണ്ടെടുപ്പ് നിന്റെ ജീവിതത്തിനകത്ത് നൽകി തരുവാൻ അവന്റെ പുത്രനായ ക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുകയും 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുകയും 3.5 വർഷക്കാലത്ത് തന്റെ പരസ്യ ശുശ്രൂഷയെങ്കിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ആമേൻ 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 ഗത്സമന മുതൽ താൻ അനുഭവിച്ച കൊടിയ വേദനകളുടെ നടുവിൽ ആമേൻ സ്തോത്രം ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ മൗനമായി നിന്നുകൊണ്ട് അവന്റെ പ്രാണനെ ഒരു പനിയാഗമായി ഒഴുക്കി വിട്ടുകൊണ്ട് കാൽവറിയുടെ കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളുടെ മേൽ അവൻ ക്രൂശീകരിച്ചപ്പെട്ടത് എന്തിനാണ്? അവന്റെ പുറം ഉഴവച്ചാൽ പോലും നീളത്തിൽ കയറിയത് എന്തിനാണ്? അവന്റെ മുഖം വിരൂപമാക്കപ്പെട്ടത് എന്തിനാണ്? അവന്റെ തലയിൽ മുൾക്കിരീടം മെടഞ്ഞുണ്ടാക്കി കോലുകൊണ്ട് അടിച്ചു കയറ്റിയത് എന്തിനാണ്? യഹൂദന്മാരുടെ രാജാവേ ജയ എന്ന അവനെ ക്രൂശീകരിച്ചിരിക്കുന്ന കുരിശിനും മുകളിലായി എഴുതി വെച്ചിരിക്കുന്ന എന്തിനാണ്? ഒറ്റ കാര്യം, ആമൻ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന പാപത്തിന് പരിഹാരം വരുത്തി മനുഷ്യരെയും ദൈവത്തെയും ഒന്നിപ്പിക്കുവാൻ പിതാവായ ദൈവത്തിന്റെ അകത്ത് പകർന്ന സ്വപ്നം പുത്രനിലൂടെ സാക്ഷാത്കരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ നിമിഷമാണത്. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുമ്പോൾ ആമേൻ സ്തോത്രം കൈവിട്ടതല്ല, മറിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ 3-ാം നാളിൽ വെളിപ്പെടുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് ആമേൻ പുത്രനെ തന്റെ മഹത്വത്തിലേക്ക് ആമേൻ സ്തോത്രം പിതാവിന്റെ വലത്തു ഭാഗത്ത് എന്നേക്കുമായി എനിക്കും നിനക്കും വേണ്ടി മധ്യസ്ഥതയണയ്ക്കും പക്ഷപാതം ചെയ്യുവാൻ പിതാവിന്റെ അടുക്കലേക്ക് കരകേറിപ്പോയ ഒരു തമ്പുരാൻ ആമേൻ സ്തോത്രം. ഒരിക്കൽ അവൻ വന്നു എന്തിന്? പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച് പാപത്തിന്റെ കറയെ കഴുകിക്കളവാൻ. രണ്ടാമത് അവൻ വരും എന്തിന്? തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർത്ത് ആമേൻ 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 ഹല്ലേലൂയ മധ്യാകാശത്തിങ്കൽ ആ മഹൽവാഹത്തിന്റെ നടുവിലേക്ക് തന്റെ കാന്തിയാകുന്ന സഭയെ ചേർത്ത് കൊണ്ടുപോകാൻ അവൻ ഒരിക്കൽ വാനമേഘങ്ങളിൽ പ്രത്യക്ഷമാകും. അതുകൊണ്ടാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും പോകുകയില്ല. പക്ഷേ ഇന്ന് പകലിൽ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ആമേൻ പാപം തടസ്സമായി നിന്നാൽ വിടുതൽ മാത്രമല്ല തടസ്സം, ആമേൻ നിത്യതയിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമാണ്. പുത്രനായ ക്രിസ്തുവിനെ ബന്ധപ്പെടാൻ തടസ്സമാണ്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റി നിൽക്കുന്ന പാപത്തിന്റെ കറയെ കഴുകിക്കളവാൻ തന്റെ ഏകജാതനായ പുത്രനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി തന്റെ സ്വന്തം ചങ്കിലെ ചോര തന്ന് നമ്മെ സ്നേഹിച്ച വലിയ ദൈവ സ്നേഹത്തിന് നന്ദി പറയണം. ആദ്യത്തെ ആദാം ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവനായി മാറിയപ്പോൾ ഒടുക്കിലത്തെ ആദാം നഷ്ടപ്പെടുത്തിയതിനെ തിരികെ പ്രാപിച്ചുകൊണ്ട് ആദമ്യവർഗത്തിന്റെ പാപം പിന്തുടർമാനമായി നാമൻ പിന്തുടരാതെ ഇരിപ്പാൻ ആമൻ അവിടെ വെച്ചതിനെ ബ്രേക്ക് ചെയ്ത് ആമൻ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന പ്രവചന ശബ്ദം കാൽവറിയുടെ കൊലക്കളത്തിൽ നിവർത്തിയാക്കപ്പെട്ട
മാനസാന്തരപ്പെട്ട എനിക്കും നിനക്കും വേണ്ടി ആമേൻ ആമേൻ ഒരു ജയവീരനായി ജയാളിയായി ഇന്നും ആമേൻ സ്തോത്രം സ്വർഗാദി സ്വർഗങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഏക ദൈവം അവൻ മാത്രമാണ്. ക്രൂശ് ഒരു പരാജയമല്ല. അഴിമത്യക്കാരനായ ജോസഫിന്റെ കല്ലറ ഒരു പരാജയമല്ല, മറിച്ച് അതെന്റെയും നിന്റെയും ജയമാണ്. എന്റെയും നിന്റെയും ജയമാണ്. ആമേൻ അനന്തമായ ആമേൻ സ്തോത്രം അനന്തമായ നിത്യതയുടെ കവാടം തുറന്നു കിടക്കുമ്പോൾ ആമേൻ ആ നിത്യതയുടെ കവാടത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാതിരിക്കുന്ന പാപത്തിന്റെ കണികകളെ ജീവിതത്തിൽ നിന്നും പറിച്ചെടുത്ത് പുറത്തു കളഞ്ഞ അവൻ ഒരു ശുദ്ധീകരണത്തിലേക്ക് മടങ്ങി വരാൻ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രവർത്തിക്കുന്ന പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിച്ചാൽ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. അപ്പം പഴയ നിയമത്തിനകത്ത് മിഖാ പ്രവാചകൻ പറഞ്ഞു, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞ പാപങ്ങളെ ഇട്ടുകളഞ്ഞു. രണ്ടാമത്തെ പദം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ സുവിശേഷകൻ പറയുക, പാപങ്ങളെ എന്നേക്കുമായി മായ്ച്ചു കളയുന്നു. പാപങ്ങളെ എന്നേക്കുമായി മായ്ച്ചു കളയുന്നു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് ഇന്ന് പകൽ പാപം മായ്ക്കപ്പെടണമെങ്കിൽ കുറ്റക്കാര്യം മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. എന്താണ് മാനസാന്തരം? മനസ്സിനുണ്ടാകുന്ന മാറ്റത്തിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പാപത്തിൽ തുടരുന്നവന് മനസ്സിനകത്തൊരു മാറ്റം. പാപത്തിൽ തുടരണ്ട. അവൻ ആ പാപം എന്നെ കൊല്ലുന്നതാണ്, നശിപ്പിക്കുന്നതാണ് വ്യക്തമായ ബോധ്യം അവനുണ്ടാകുമ്പോൾ ആ പാപത്തെ അവൻ ഉപേക്ഷിച്ചുകൊണ്ട്, ആ പാപത്തെ എറിഞ്ഞുകളഞ്ഞുകൊണ്ട് ദൈവ ഇഷ്ടത്തിന് വേണ്ടി തന്നെത്താൻ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കി അതിനുവേണ്ടി ജീവിക്കുന്നതിന്റെ പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതൊരു മനുഷ്യന് കൊടുക്കാൻ കഴിയത്തില്ല. അത് സർവശക്തനായ ദൈവത്തിന് മാത്രമേ ആ മാനസാന്തരം ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് കൊടുക്കാൻ സാധ്യമാകൂ. അതുകൊണ്ട് ഇത് മകൻ പരിശുദ്ധാത്മ പറയുക, നിങ്ങളുടെ ലംഘനങ്ങൾ മാഞ്ഞു കിട്ടണം, നിങ്ങളുടെ അകൃത്യങ്ങൾ മാഞ്ഞു കിട്ടണം, മനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഇതാണ് പുതിയ നിയമത്തിന്റെ ആദ്യത്തെ പ്രസംഗം. അതായിരുന്നു മനസാന്തരം എന്നുള്ളതാണ്. സ്തോത്രകാലം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം അടുത്തിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. എന്താ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ? സുവിശേഷത്തിന് മാത്രമേ മാനസാന്തരം നൽകാൻ കഴിയൂ. സുവിശേഷത്തിന് മാത്രമേ ജീവിതത്തിൽ മാറ്റം നൽകാൻ കഴിയൂ. എന്താണ് സുവിശേഷം? ആമേൻ സ്തോത്രം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തു എന്ന പരമസത്യമാണ് ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം അഭിമാനത്തോടെ അകത്തളങ്ങളിൽ ആത്മനിറവുള്ളവർ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ആ പരമ സത്യത്തെ ഇന്ന് പകൽ ആരാധിപ്പാൻ, സകല നാമങ്ങൾക്ക് മേലായ നാമത്തെ, സകല മുഴങ്കാലുകളും മടങ്ങുന്ന ഏകനാമത്തെ ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ചതൊരു ഭാഗ്യാവസ്ഥയല്ലേ? അനേകർക്ക് ഈ ഭാഗ്യം കിട്ടാതെ ഇരുന്നപ്പോൾ എവിടെയോ കിടന്ന നമ്മെ അവൻ ഈ ഭാഗ്യാവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ക്രിസ്തുവായ പാറമേൽ ഉറച്ചു നിർത്തി അവൻ നമ്മുടെ അധരത്തിന് ഒരു പുതിയ പാട്ട് തന്നെങ്കിൽ അവൻ ഇന്ന് പകലിൽ എന്തോ നമ്മുടെ അകത്തലങ്ങൾ സംഭവിച്ചത് കൊണ്ടാണെന്ന് ആത്മാവിൽ ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് പകൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചേ. മനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പുതിയ നിയമത്തിന്റെ കാതലായ വിഷയം മാനസാന്തരമാണ്. പുതിയ നിയമത്തിന്റെ കാതലായ വിഷയം സുവിശേഷമാണ്. മനസാന്തരത്തിലൂടെ മാത്രമേ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ കഴിയൂ. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വേഗത്തിൽ രക്ഷിക്കപ്പെടും. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വേഗത്തിൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കും. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വേഗത്തിൽ തന്റെ ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിന്റെ വരവിനായി ഒരുക്കും. സുവിശേഷം ഒരുവനെ കൊല്ലുന്നതല്ല, ഒരുവനെ തകർക്കുന്നതല്ല, സമാധാനത്തെ എടുത്തു കളയുന്നതല്ല. സുവിശേഷം പാപിയുടെ പാപത്തിന്റെ കറയെ കഴുകിക്കളയുന്നതാണ്. സുവിശേഷം മാനവകുലത്തെ വിടുവിക്കുന്നതാണ്.
കളയാത്തതാണ്. സുവിശേഷം ആമേൻ ഹല്ലേലൂയ ചതഞ്ഞയോടെ ഒടിച്ചു കളയാത്തതാണ്. പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തതാണ്. ആമേൻ ഹല്ലേലൂയ. സുവിശേഷം ഇല്ലായ്മ ചെയ്യുന്നതല്ല. ആമേൻ മറിച്ച് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാണ് സുവിശേഷം. അതുകൊണ്ട് സുവിശേഷം ഒരു വീടിനകത്ത് കയറി ചെന്നാൽ അവിടെ നാശമല്ല വെളിപ്പെടുന്നത്, അവിടെ അനുഗ്രഹമാണ് വെളിപ്പെടുന്നത്. കണ്ടോ? ആമേൻ. സുവിശേഷം ആമേൻ ഒരു കാരാഗ്രഹത്തിനകത്തേക്ക് വെളിപ്പെട്ടു തുടങ്ങിയപ്പോഴാ കാരാഗ്രഹ പ്രമാണി മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ സുവിശേഷം എവിടെയൊക്കെ കയറി ചെല്ലുന്നോ അവിടെയൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കും, അവിടെയെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇന്ന് പകലിൽ ആത്മനിറവുള്ള ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെ അകത്തളങ്ങളിൽ സുവിശേഷം ചലിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഏതെങ്കിലും കുറവുകൾ നിങ്ങളുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നുവെന്ന ബോധ്യം നിങ്ങളുടെ അന്തരാത്മാവിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. അതിന്റെ 1-ാം അധ്യായം എടുത്താണ് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. വരുവിൻ, നമുക്ക് നാം തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നു. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. സ്തോത്രം. ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ സ്തോത്രം പഞ്ഞി പോലെ ആയിത്തീരും. നമ്മുടെ വസ്ത്രത്തിലൊക്കെ പെരളുന്ന കറ മാറ്റാൻ എന്തെല്ലാം ഇട്ട് കഴുകി ഒരച്ച് ആ വസ്ത്രത്തിന്റെ ആ ഒരു തിളക്കമൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാ പലതും വെളുക്കുന്നത്, പലതും വെളുക്കാതെയും ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, പ്രിയരെ, പുറമേ ഉള്ള അഴുക്കിനെ കഴുകിക്കളയാൻ എളുപ്പമാണ്. സ്വത്രം സ്വത്രം സ്വത്രം. പുറമേ ഉള്ള അഴുക്കിനെ കഴുകിക്കളവാൻ എളുപ്പമാണ്. എന്നാൽ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കപ്പെടുന്ന പാപത്തിന്റെ കറയെ കഴുകിക്കളവാൻ ഈ ലോകം ഉണ്ടാക്കിയ ഒരു സജ്ജീകരണങ്ങൾക്കും സാധ്യമല്ലാതെ വന്നപ്പോൾ ഇന്നു പകലിൽ ആത്മനിറവിൽ ഞാൻ കൈമാറാം. ആമൻ. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ വെളിപ്പെട്ടത് ഇന്നും മതിയായതാണ് എന്റെ പാപത്തെ കഴുകിക്കളവാൻ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? എത്രയൊക്കെ ഡിറ്റർജന്റുകൾ മാറി മാറി വന്നിട്ട് വസ്ത്രം വെളുക്കാതെയും അവൻ കറ മാറാതെ ഇരിക്കുമ്പോൾ ഇന്ന് പകലിൽ ഡിറ്റർജന്റുകൾക്കെല്ലാം നിങ്ങളുടെ പുറമേ ഉള്ളതിനെ വെളുപ്പിക്കാൻ കഴിയുമെങ്കിൽ അകമേ ഉള്ള പാപത്തിന്റെ കറയെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കട്ടിപിടിച്ചിരിക്കുന്ന, തറഞ്ഞിരിക്കുന്ന, ഒരിക്കലും മാറത്തില്ലെന്ന് വാദിക്കുന്ന അവൻ പാപത്തിന്റെ പൈശാചിക തലങ്ങളെ കഴുകിക്കളവാൻ, അതിനെ ഹിമം പോലെയാക്കാൻ, അതിനെ പഞ്ഞി പോലെയാക്കി തീർപ്പാൻ ദൈവത്തിന് സാധിക്കും. ഒറ്റ കാര്യം, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പാപത്തിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് മകൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. 2 വ്യക്തികൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ഒരുവൻ പരീശനും ചുങ്കക്കാരൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശന്റെ പ്രത്യേകത, അവൻ തന്നെത്താൻ ഉയർത്തി പ്രാർത്ഥിച്ചു. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടുമെന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ തന്നെത്താൻ ഉയർത്തി പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. സഭയിൽ പോകുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥനയിൽ പോകുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, എല്ലാം പറഞ്ഞു. അടുത്ത അവസാനം പരീശൻ പറഞ്ഞ ഒരു പദം, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ. അവന്റെ പ്രാർത്ഥന അവിടെ റിജക്ട് ചെയ്യപ്പെട്ടു, തള്ളിക്കളയപ്പെട്ടു. അടുത്ത പദം, ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് നോക്കും പോലും, സ്വർഗത്തിലോട്ട് പോലും നോക്കാൻ കഴിയാതെ മാറത്തടിച്ച്, പിതാവേ, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായപ്പോഴാണ്
അവന്റെ ജീവിതത്തിനകത്തൊരു അത്ഭുതം സംഭവിച്ചത്. ഇന്ന് പകലിൽ എത്ര കടിഞ്ചുവപ്പാണെങ്കിലും, എത്ര തറഞ്ഞിരിക്കുന്നതാണെങ്കിലും, ഒരിക്കലും ഇളക്കാൻ കഴിയാത്തതാണെങ്കിലും, യേശുവിന്റെ കരങ്ങളിലേക്ക് ആമേൻ നിന്നെ ഒന്ന് വിട്ടുകൊടുക്കാമെങ്കിൽ, നിന്നെ പഞ്ഞി പോലെയാക്കി തീർക്കുന്ന, നിന്നെ ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. അത് നിന്നെ കുറ്റം വിധിക്കുന്ന രക്തമല്ല. ഹാബേലിന്റെ രക്തമായിരുന്നെങ്കിൽ അത് നിന്നെ കുറ്റം വിധിച്ചേനെ. എന്നാൽ യേശുവിന്റെ രക്തം അത് നിന്നെ കുറ്റം വിധിക്കുന്ന രക്തമല്ല. അത് നിന്റെ സകല പാപത്തിന്റെ കറകളെയും കഴുകിക്കളയുന്ന രക്തമാണ്. ഇന്ന് പകൽക്കാലം പാപത്തിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്ന, പാപത്തിൽ നിന്നൊരു വിടുതൽ നൽകുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. അപ്പം ഒന്ന്, ഏറ്റുപറഞ്ഞ പാപങ്ങളെ ദൈവം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇട്ട് കളയും. രണ്ട്, ഏറ്റുപറഞ്ഞ പാപങ്ങളെ ദൈവം മായ്ച്ചു കളയും. മൂന്ന്, ആമിശ്രം ഏറ്റുപറഞ്ഞ പാപങ്ങളെ ആമിശ്രം ഹിമം പോലെ പനി പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവം. യെശയ്യാ പുസ്തകത്തിലേക്ക് തന്നെ വരാം. 38-ാമത്തെ അധ്യായം എടുത്താണ്. 38-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായി ഭവിച്ചു, എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു. ഒരിക്കലും പാപത്തെ കാണാതെ വേണം, ഒരിക്കലും പാപത്തിലേക്ക് ആകർഷിക്കാതെ വേണം, ഒരിക്കലും പാപത്തിന്റെ സ്വാധീനം ജീവിതത്തിൽ വെളിപ്പെടാതെ വേണം. നിന്റെ പിറകിൽ അതിനെ എറിഞ്ഞു കളഞ്ഞ് ആമേൻ സമാധാനത്തിനായി എനിക്ക് ഭവിച്ചത് കയ്പാണെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്താണ്? സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞ് എന്നെ ശുദ്ധീകരിച്ച, എന്നെ ദൈവവൈതലാക്കിയ ആ വലിയ ദൈവകൃപയ്ക്കായി ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? പാപങ്ങൾ മോചിക്കപ്പെട്ടത് കൊണ്ടാ ഇന്ന് പകലിൽ നാം അവനെ ആരാധിക്കുന്നത്. സ്വതന്ത്രം. നമ്മുടെ കടിഞ്ചുവപ്പായിരുന്ന പാപങ്ങളെ ഹിമം പോലെയും പഞ്ഞി പോലെയും വെളുപ്പിച്ചതുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരം എന്ന കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നത്. നമുക്ക് എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ അത് ആ പാപങ്ങളെ പുറകിലെറിഞ്ഞു കളഞ്ഞില്ലായിരുന്നെങ്കിൽ വീണ്ടും പാപത്തിന്റെ സ്വാധീന ആമേൻ സ്തോത്രം നമ്മെ പിടികൂടി വീണ്ടും പാപത്തിന്റെ മ്ലേച്ഛതകളിലേക്ക് പിശാച് നമ്മെ വലിച്ചു കൊണ്ടുപോയേനെ. പക്ഷെ വീണ്ടും വലിച്ചു കൊണ്ടു പോകാതിരിക്കുന്നതിന്റെ കാരണം എന്നേക്കുമാ അവൻ അതിനെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനിയും പുറകോട്ട് നോക്കേണ്ട കാര്യമില്ല. മുൻപോട്ട് ലക്ഷ്യം വെച്ച് അക്കരെ നാട്ടിലേക്ക് യാത്ര തുടരാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാ. ഇനിയും നിന്നെ ആ പാവം സ്വാധീനിക്കത്തില്ല. ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. ആമേൻ ആമേൻ. വിശ്വസിക്കുന്ന ദൈവജനമേ, രക്ഷിക്കപ്പെട്ട ദൈവജനമേ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനമേ, ആമേൻ ആമേൻ. കർത്താവിന്റെ മേശയിൽ ഭാഗവാക്കാകുന്ന ദൈവജനമേ, നിങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ അവന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഒരിക്കലും അത് നിങ്ങളെ പിന്തുടരുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്ന അനന്തമായ നിത്യതയുടെ അനന്തമായ കവാടം തുറക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തീർപ്പാൻ ഇന്ന് പകൽ ദൈവാത്മാവ് പ്രബോധിപ്പിക്കുകയാണെങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് സ്വതന്ത്രം. ഹല്ലേലൂയ. സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് ഒരു വലിയ മാനസാന്തരം എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടായത്. 32-ാം സങ്കീർത്തനം ഒന്നെടുത്താണ്. അവൻ എന്റെ പാപങ്ങളെ എറിഞ്ഞു കളഞ്ഞതുകൊണ്ടാ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത്, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടത്, നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടത്. സമാധാനമില്ലാത്ത നമ്മുടെ ഭവനങ്ങളിൽ സമാധാനം വാഴാൻ തുടങ്ങിയത്, കണ്ണുനീരുള്ള നമ്മുടെ ഭവനങ്ങളിൽ സന്തോഷം അലയടിക്കാൻ തുടങ്ങിയത്, ഭയം നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കുടുംബാന്തരീക്ഷത്തിനകത്ത് ഭയം മാറി ദൈവശക്തി വ്യാപരിക്കപ്പെട്ടതിന്റെ കാരണം അവൻ നമ്മുടെ പാപങ്ങളെ അവന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ടാ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? സമാധാനത്തിനായി നിനക്ക് ഭവിച്ചത് കയ്പാണെങ്കിലും ആമേൻ 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 സന്തോഷിക്കുക. പൗലോസ് പറയുന്നു, എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതെല്ലാം തിന്മയാണെങ്കിലും സകല വഴികളും എന്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെടുമ്പോഴും മുമ്പോട്ടൊരു വഴി പോലും വെക്കാൻ കഴിയാതെ പല വിധത്തിലുള്ള ആപത്തലപ്പങ്ങളിലൂടെ ഞാൻ മുൻപോട്ട് പോകുമ്പോഴും ഞാൻ നോക്കുന്നത്
പറയുന്നത് എന്റെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന, എന്റെ മുമ്പിൽ തുറക്കപ്പെട്ട നിത്യതയുടെ അനന്തമായ കവാടമാണ്. എന്റെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടിക്കയറും. ഒറ്റ കാര്യമേ പൗലോസിന് പറയാനുള്ളൂ, ഞാൻ നല്ല പോർ പൊരുതി എന്ന അവസാനം എനിക്ക് പറയണമെങ്കിൽ എനിക്ക് കാണാൻ സാധിക്കും എന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്ന നിത്യതയുടെ അനന്തമായ കവാടം. ഞാൻ എങ്ങും എത്തിയിട്ടില്ല. ജീവിതത്തിൽ വെളിപ്പെടുന്ന സകല തിന്മകളും സകല കൈപ്പിന്റെ മേഖലകളെയും ഞാൻ ചാടിക്കടക്കുമ്പോഴാണ് അനന്തമായ നിത്യതയുടെ കവാടത്തിനകത്തേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. രാജാവിന്റെ പൊന്മുഖം എനിക്ക് മുത്താൻ സാധിക്കുന്നത്. 32-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാണ്. അത് വിശദീകരിക്കേണ്ട കാര്യമില്ല, പറഞ്ഞു കഴിഞ്ഞു. 32:1-2 ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. ഇങ്ങനെയുള്ളവരുടെ മനസ്സ് സിയോനിലേക്കുള്ള പെരുവഴികൾ പോലെ, പെരുനദികൾ പോലെ. സ്തോത്രം. ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു കിട്ടിയവനാണ് ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാത്തവനാണ് ഭാഗ്യവാൻ. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ആത്മാവിൽ കപടമില്ലാത്ത മനുഷ്യൻ, ക്ഷമിക്കുന്നവൻ, മറിച്ചു കളയുന്നവൻ, കണക്കിടാതെ ഇരിക്കുന്നു. 3 പദങ്ങളാണ് 32-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു കിട്ടിയവൻ. 1 ക്ഷമിക്കുന്നതെയും 2 മറച്ചു കളയുന്നതെയും. ആമേൻ. സ്തോത്രം. യഹോവ അകൃത്യം കണക്കിടാതെയും. സ്വത്രം സ്വത്രം സ്വത്രം. 3-ാമത്തെ പദം കണക്കിടാതിരിക്കുന്നതെയും. 1 ക്ഷമിക്കുന്നതെയും. എന്താണ് ക്ഷമിച്ചത്? നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു. അതിന് ആദ്യത്തെ പര്യായം എന്താണെന്നറിയാമോ? നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു എന്നതിന്റെ ആദ്യത്തെ പര്യായം ക്രൂശിൽ കിടക്കുമ്പോൾ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളുടെ മേൽ നാം യേശു കർത്താവിനെ ക്രൂശിക്കുമ്പോൾ യേശു പറഞ്ഞൊരു പദം, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അതാണ് ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള ആദ്യത്തെ പദം, ആദ്യത്തെ പര്യായം എന്ന് പറയുന്നത്. ആമേൻ. സ്തോത്രം. അവിടെയാണ് ക്ഷമയുടെ തുടക്കം. അവിടെ ക്ഷമ ആരംഭിക്കും. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. ക്ഷമയുടെ പ്രാർത്ഥന ഉയർന്നു വരികയാണ്. 2-ാമത്തെ തലം, അവന്റെ ശരീരം ചിന്തപ്പെട്ടത് നിമിത്തം ആമേൻ അവന്റെ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം ഉണ്ടായി. ആ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങൾ, ഏറ്റുപറഞ്ഞ പാപങ്ങൾ അവൻ ക്ഷമിച്ചിരിക്കുന്നു. 2 മറച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓർക്കാതെ വണ്ണം അതിനെ അകറ്റിക്കളയുക, അതിനെ മറച്ചു കളയുക, ഇനിയും അത് വേണ്ട എന്ന് പറഞ്ഞ് പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ. 3-ാമത്തത് അവൻ പ്രതിഫലം കണക്കിടുവാൻ ദൈവത്തിന്റെ മുമ്പിൽ നാം ഓരോരുത്തരും ന്യായാസനത്തിന് മുമ്പാകെ അവൻ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ആമേൻ. സ്തോത്രം. അന്ന് നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും ഒന്നും കണക്കിടാതെ ആമേൻ 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 എറിഞ്ഞു കളഞ്ഞ ആമേൻ. സ്തോത്രം. ഉപേക്ഷിക്കപ്പെട്ട പാപങ്ങളെ എന്നേക്കുമായി അതിനെ ഉപേക്ഷിക്കുക, എന്നേക്കുമായി അതിനെ എറിഞ്ഞു കളയുക, എന്നേക്കുമായി അതിനെ മറച്ചു വെക്കുക. അതൊന്നും കണക്കിടാതെ ആമേൻ. സ്തോത്രം. ആ രക്തത്തിന്റെ ശക്തി നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ആമേൻ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. 43-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലേക്ക് വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. 43-ാം അധ്യായം 25-ാം വാക്യം. എബ്രായ ലേഖനം 10-ാം അധ്യായം കൂടി എടുത്തു വെച്ചിരിക്കണം. വായിച്ചാട്ടെ. യെശയ്യാവ് 43:25. നിന്റെ അകൃത്യങ്ങളെ ഞാൻ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയില്ല. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. പാപങ്ങളെ മായ്ച്ചു കളയാൻ ഇത്ര നല്ല ദൈവം വേറെ ഏതുള്ളൂ? സ്വതന്ത്രം. വേറെ ഒരിടത്തും, വേറെ ഒന്നിനും നിന്റെ പാപത്തെ മായ്ച്ചു കളയാൻ കഴിയത്തില്ല. പാപത്തെ മായ്ച്ചു കളയുന്ന നല്ല കരുത്ത്. എബ്രായ ലേഖനം കൊണ്ടൊന്ന് വായിച്ച 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവരുടെ പാവങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ മനുഷ്യനാണെങ്കിൽ ക്ഷമിച്ചു എന്ന് വാഗൊണ്ട് പറയുകയും പിന്നീട് അവസരം കിട്ടുമ്പോൾ ആ തെറ്റുകളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് എത്രത്തോളം നമ്മെ വിഷമിപ്പിക്കാമോ
മാനസികമായി തകർക്കാമോ അത്രത്തോളം നമ്മെ തകർത്ത് കളയുന്ന ഒരു സ്വഭാവമുള്ള ജീവിയുടെ പേരാണ് മനുഷ്യൻ. എന്നാൽ നാം ചെയ്തു പോയ പാപങ്ങൾ ഒരിക്കൽ എറിഞ്ഞു കളഞ്ഞാൽ, ഒരിക്കൽ അവൻ ക്ഷമിച്ചു കളഞ്ഞാൽ, ഒരിക്കൽ മറയപ്പെട്ടാൽ, അവന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞാൽ, ഒരിക്കൽ പോലും അത് ഓർമ്മിപ്പിച്ച് നമ്മെ വേട്ടയാടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. മറിച്ച് നമ്മുടെ പാപങ്ങളെ, അകൃത്യങ്ങളെ ഇനി ഒരിക്കലും ദൈവം ഓർക്കത്തില്ലെന്ന്. സ്തോത്രം. ഓർക്കാതിരിക്കണമെങ്കിൽ എന്നും പാപം ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല. ഓർക്കാതിരിക്കണമെങ്കിൽ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചെങ്കിൽ മാത്രമേ ഇനി ഒരിക്കലും ദൈവം അത് ഓർക്കാതെ ഇരിക്കത്തുള്ളൂ. മനുഷ്യരില്ലാത്ത പല സ്വഭാവങ്ങളും ദൈവത്തിനുള്ളത് കൊണ്ടാണ് നമ്മുടെ ദൈവത്തെ ദൈവം എന്ന് തന്നെ വിളിക്കുന്നത്. ആമേൻ, 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. നമുക്കില്ലാത്ത പല ഗുണഗണങ്ങളും ദൈവത്തിനുള്ളത് കൊണ്ടാണ് നാം സേവിക്കുന്ന ദൈവത്തെ ദൈവം എന്ന് തന്നെ വിളിക്കുന്നത്. കാരണം ഒരു ദൈവമുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ ദൈവം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നാം സൃഷ്ടിച്ച ദൈവമല്ല, നമ്മെ സൃഷ്ടിച്ച ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവത്തെ, ആമേൻ, സ്തോത്രം, ആ ദൈവത്തിന്റെ കരുത്ത് എന്ത് വലുതാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവം നിന്റെ അകൃത്യങ്ങളെ ക്ഷമിച്ചാൽ, ദൈവം നിന്റെ പാപങ്ങളെ ക്ഷമിച്ചാൽ ഒരിക്കലും ദൈവം അത് ഓർക്കത്തില്ല. എന്നേക്കുമായി ദൈവം അതിനെ മായ്ച്ചു കളയും. ഇനി ഒരിക്കലും ഓർക്കത്തില്ല. മനുഷ്യനെ പോലെ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ കഴിഞ്ഞു പോയതിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സ്വഭാവം ദൈവത്തിനില്ല. ഒരിക്കൽ ഒരുവനേറ്റു പറഞ്ഞാൽ അതെന്നേക്കുമായി അവനോട് ക്ഷമിച്ച് അവനെ പുത്രനാക്കി മാറ്റുന്ന ദൈവസ്നേഹം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിനകത്ത് എടുക്കേണ്ട 3 ഉപമകളുണ്ട്. 3-ാമത്തെ ഉപമ എന്ന് പറയുന്നത്, ഒരു അപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ. ഒരുവൻ നഷ്ടപ്പെട്ടു പോയാൽ, കാണാതെ പോയാൽ, ആമേൻ, അവൻ നഷ്ടപ്പെട്ടു പോയി സകലതും, ആമേൻ, സ്തോത്രം, പിതാവിന്റെ കയ്യിൽ നിന്നും സകലതും വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് യാത്രയായി. ഒരിക്കൽ പോലും മടങ്ങി വരാതെ വണ്ണം ആമൻ യാത്രയായി. എന്നാൽ തനിക്ക് ലഭിച്ചതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ, ആഹാരത്തിനു പോലും ഗതിയില്ലാതെ വന്നപ്പോൾ പിതാവിന്റെ വീടിനെ കുറിച്ച് ഓർത്തു. പ്രിയരെ, പിതാവിന്റെ വീടിനെ കുറിച്ച് ഓർത്തു. എന്നു മുതലാണോ അവൻ വീട് വിട്ടു പോയത്, അന്നു മുതൽ ആ പിതാവ് അവൻ പുത്രന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് പറയാം. പിതാവിന്റെ ഭവനം വിട്ട് ആരെങ്കിലും അകലെ നിൽക്കുകയാണെങ്കിൽ നിന്നെ കാത്തു നിൽക്കുന്ന ഒരു പിതാവ് വീടിനകത്തുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആമൻ, നീ മടങ്ങി വരും, മടങ്ങി വരും, മടങ്ങി വരും എന്ന് പറഞ്ഞ കാത്തിരിക്കുന്ന ഒരു ദൈവം ആമൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ്. അപ്പം ആമൻ, പുത്രൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ പിതാവ് അവന്റെ മടങ്ങി വരവിന് വേണ്ടി എന്നും കാത്തിരിപ്പാണ്, അന്നു മുതൽ കാത്തിരിപ്പാണ്. എന്നാൽ ഒരു പ്രഭാതത്തിൽ അവൻ മടങ്ങി വരിക. ദൂരെ നിന്ന് കണ്ടപ്പോഴേ മകനാണെന്നുള്ള ബോധ്യം വന്നപ്പോഴേ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച്, ആമൻ, സ്തോത്രം, ആമൻ, ഹല്ലേലൂയ, അവനെ ചുംബിച്ച് അവനിടാനുള്ള വസ്ത്രം, അവന് ഇടാനുള്ള ചെരുപ്പ്, അവൻ അണിയാനുള്ള മോതിരമൊക്കെ കൊടുത്ത് ആമൻ ഒരു വലിയ ജയത്തിലേക്ക്, ഒരു വലിയ ആഘോഷത്തിലേക്ക് ആ ഭവനത്തിന്റെ അന്തരീക്ഷ തലങ്ങൾ മാറുകയാ. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, ആമൻ, അപ്പന്റെ വീടിനകത്ത് നിന്നും ശത്രു ആരെയെങ്കിലും പിടിച്ചുകൊണ്ട് ശത്രുവിന്റെ പാളയത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു പ്രവചനദൂതായി ഞാൻ നിങ്ങൾക്ക് കൈമാറും. അധികം താമസമിന അപ്പന്റെ ഭവനത്തിൽ മടങ്ങി വരാൻ പോകുകയാ. അധികം താമസമിന അപ്പന്റെ ഭവനത്തിൽ മടങ്ങി വരാൻ പോകുക. അപ്പന്റെ ഭവനത്തിൽ നിന്ന് ശത്രു അവനെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ അപ്പന്റെ ഭവനത്തിനകത്തുണ്ടായ ശൂന്യത പരിഹരിക്കപ്പെടാൻ പോകുന്നു. അപ്പന്റെ വീടിനകത്തുണ്ടായ വേദന പരിഹരിക്കപ്പെടാൻ പോകുന്നു. ഒരാഘോഷം നിന്റെ വീടിനകത്ത് സംഭവിക്കാൻ പോകുക. ഒരു വലിയ ആഘോഷം നിന്റെ വീടിനകത്ത് സംഭവിക്കാൻ പോകുക. അത് നിന്റെ മകന്റെ മടങ്ങി വരവായി, അത് നിന്റെ മകന്റെ മടങ്ങി വരവായി നിന്റെ വീടിനകത്ത് അത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. നിന്റെ വീട് ഒരാഘോഷപൂർണ്ണമാകുന്നു. ദൈവകരം ചലിക്കപ്പെടാൻ പോകുന്നു. ഇന്ന് പകൽ മറന്നു പോകരുത്. സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് വരാം. 103-ാമത്തെ സങ്കീർത്തനം ഒന്നെടുത്താട്ടെ. അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 103-ാമത്തെ സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നേക്കുമായി നമ്മുടെ പാപങ്ങളെ മറച്ചു കളയുന്ന ഒരു ദൈവം, എന്നേക്കുമായി ഒരിക്കൽ പോലും ഓർക്കാതെ അതിനെ എന്നേക്കുമായി ആമൻ എടുത്തു കളയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ സ്തോത്രം പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയതൊന്നും ഓർക്കത്തില്ല, കഴിഞ്ഞുപോയതൊന്നും സുരുക്കൂട്ടി വെക്കാറില്ല, കഴിഞ്ഞുപോയതിനെ ഒന്നും ഓർക്കാറില്ല, കഴിഞ്ഞുപോയതിനെ ഓർത്ത് കുറ്റപ്പെടുത്താറില്ല. അത് കഴിഞ്ഞുപോയി. 103-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം വായിക്കാം. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ
അവൻ നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സ്വത്രം സ്വത്രം സ്വത്രം. ഇന്ന് പകൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഉദയം അസ്തമയത്തോടെ അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. പറഞ്ഞാൽ ഒരിക്കലും ഇനി പാപത്തിന്റെ ശക്തികൾ നമ്മെ വേട്ടയാടാതെ ഇരിപ്പാൻ, ഒരിക്കലും ആ പാപം നമ്മിൽ കർത്തൃത്വം നടത്താതെ ഇരിപ്പാൻ, ഒരിക്കലും ആ പാപത്തിന്റെ പരിണിത ഫലം നമ്മെ പിടിച്ചടക്കാതെ ഇരിക്കാൻ, നമ്മിൽ നിന്നും എന്നേക്കുമായി ആ ലംഘനങ്ങളെ മാറ്റുന്ന ഒരു ദൈവത്തിന്റെ കാര്യം ഇത് പകൽ മറന്നു പോകരുത്. നമ്മോട് നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്ത് വലിയ ഭാഗ്യാവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നത്. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അതേ നിന്റെ ലംഘനങ്ങളെ നിന്നിൽ നിന്നും അകറ്റിയിരിക്കുക. ഇന്ന് പകൽ മറന്നു പോകരുത്. നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ദൈവം വിട്ടുകളയുക. ആമീൻ. അതിനെ മായ്ച്ചു കളയുക. ആമീൻ. അതിനെ ഹിമം പോലെ പഞ്ഞി പോലെ ദൈവം വെളുപ്പിക്കുക. പുറകിൽ എറിഞ്ഞു കളയുക. ക്ഷമിച്ചു കളയുന്ന ദൈവം, മറച്ചു കളയുന്ന ദൈവം, കണക്കിടാതെ ഇരിക്കുന്ന ദൈവം. ഒരിക്കൽ പോലും നീ ഏറ്റുപറഞ്ഞതിനെ ഓർക്കാതെ എന്നേക്കുമായി അതിനെ ആമേൻ സ്തോത്രം ഒരിക്കൽ പോലും ഓർക്കാതെ ഇരിക്കുന്ന ദൈവം. ആമേൻ ആമേൻ. എന്നേക്കുമായി ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ എന്നേക്കുമായി നമ്മിൽ നിന്നും അകറ്റിയിരിക്കുന്ന നല്ല കർത്താവ്. ഇന്ന് പകൽ എത്ര പേർക്ക്